വെച്ച് കരിമായിനെ അടക്കി ഭരിക്കുന്ന യുവ പ്രജാപതി എന്ന ഗാനം വിശേഷിപ്പിച്ച ജിഷ്ണുനാരായ എന്ന കരുത്തനായ പടയാളി, അനിയന്റെ പ്രമേയത്തിനായി കരിക്കൽ അടക്കി ഭരിക്കുന്ന മറ്റൊരു പ്രജാപതി, മുന്നിൽ അന്യം നിൽക്കുമ്പോൾ എത്തനാണ് താങ്ങായി തണലായി നിൽക്കുന്നത്. കാലുഷത്തിന്റെ കറുപ്പുകളെ കായബലത്തിന്റെ കനകകാന്തി കൊണ്ട് തിരുത്തിയെഴുതപ്പെട കമ്പവടിയുടെ ജീവനാണ് രക്തമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കരിമൈതാനി അടക്കി ഭരിക്കാൻ ആരയുടെ പുഴുക്കുട്ടി എന്ന കാലം വിശേഷിപ്പിച്ച മട്ടിക്കയുടെ പ്രജാപതി എന്നും പൂർവ്വത്തിലേക്ക് എത്താൻ ഷൈജു ഏറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത പോരാളിയുടെ മർദ്ദനവീരും സിനികളിലേക്ക് ആവാദിച്ച് കരുത്തും കട്ടേടവും കൂട്ടിക്കെട്ടി ആവേശത്തിന്റെ കടിഞ്ഞാണത്തിടക പട്ടക്കളം അടക്കി ഭരിക്കാൻ മുൻ ദേശീയ വടംവലി ചാമ്പക്കുടിയായ വടംവലി പോരാട്ട വീതിയിൽ ചരിത്രമുഴങ്ങുന്ന പോരാളിക്ക് പേര് വടംവലിയുടെ മക്ക എന്നറിയപ്പെടുന്ന വാനത്തിന്റെ പോരാട്ട ഭൂമിയിൽ വടംവലിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട് കളിമൈതാനി അടക്കി ഭരിക്കാൻ ഒത്തുകൊടുക്കാൻ മനസ്സില്ലാത്ത മറ്റൊരു പോരാളി മുൻ ദേശീയ വടംവലി താരം കൂടിയായ വിജേഷ് ബാലൻ. അതിരുകളില്ലാത്ത പോരാട്ട വീതിയിൽ അനന്തമായ ശ്രീമത തീർക്കപ്പെട ഇനിയും എനിക്ക് പോരാടാൻ ഭാഗ്യമുണ്ടെന്ന കാലത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാവൽ കോട്ട കെട്ടിയ കരുത്തനായ പടയാളി വടംവലി ഒരു കാലഘട്ടത്തിൽ ഇതിഹാസത്തിൽ ഒരു മണ്ണുണ്ട്. ആ മണ്ണിന്റെ പേരാണ് ചരണം എന്ന് പറയുന്നുണ്ട്. ആ മണ്ണിനകത്ത് പിച്ചവച്ച് നടക്കുമ്പോഴേ ബാലപാഠങ്ങൾ വടംവലിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. കരുത്താർന്ന പോരാട്ടത്തിന് കരുത്ത് പകരാൻ ഈടുള്ള പോരാളി ബാബാച്ചന്ദ്രൻ. ആയിരം പോരാട്ടങ്ങൾ ഇനിയും ഭാഗ്യമുള്ള തുടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരികൾ പോരടിക്കുന്ന വടംവലിക്കോട്ടിനകത്ത് ആജന്മകാലം കണ്ടു സൂക്ഷിക്കാൻ ഇനിയും എനിക്ക് മത്സരം വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ആദിത്യചന്ദ്ര താരങ്ങൾ ആരുടെ കണ്ടിട്ട് സാക്ഷി നിർത്തി അപ്പു എന്ന അധികാരി. യാന്ത്രികമായ പോരാട്ടങ്ങൾക്ക് കളിമൈതാനി ഇടക്കി ഭരിക്കാൻ ഇന്നും കളിമൈതാനി ഇടക്കി ഭരിക്കുന്ന മറ്റൊരു പ്രജാപതിയുണ്ട്. ഒത്തുകൊടുക്കാൻ മനസ്സില്ലാത്ത മറ്റൊരു പോരാളി കാലത്തിന്റെ ഓർമ്മകത്തേക്ക് മണനയിക്കാനെത്തിയ ആകാശപ്രശ്വര മണനയിക്കാനെത്തിയ യദു എന്ന മറ്റൊരു പോരാളി. പ്രിയമുള്ളവരെ, ഇന്ന് അപ്പു ആരെയുടെ സ്വന്തം അപ്പു എന്നാണ് കാലത്തിന്റെ ഓർമ്മകത്ത്. ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ശാന്തമായ കയ്യടികൾ വേണം. നിങ്ങളുടെ കയ്യടികൾ ആവശ്യമാണിതല്ല. കാരണം നമ്മ നാട്, നമ്മ മണ്ണ്, നമ്മ താരം, അതാണ് അപ്പുവിനെ കുറിച്ച് പറയാറുള്ളത്. കാരണം ഒരു വടംവലി എന്ന് പറയുന്നത് ഉദാന്തമായ പോരാട്ടമാണ്. ഒരു കൊച്ചു പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ പഞ്ചായത്തിനകത്ത് കടന്നു വരുന്നവൻ ഉദാന്തമായ പോരാളി തന്നെയാണ്. ഓർമ്മിക്കാനും ഓർമ്മിക്കപ്പെടാനും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച അപ്പുവിന് 1000 നന്ദിയുണ്ട്. കാലത്തിന്റെ പൂർവ്വകത്തേക്ക് മടനയിക്കാനെത്തിയ മറ്റൊരു പോരാളി, ഏത് പോരാട്ടത്തിന്റെ പൂർവ്വകങ്ങളും അടക്കി വരിക്കുന്ന മലൊറ്റൊരു പടയാളി, മറ്റാരുമല്ല. ആ പോരാളി മറ്റാരുമല്ല പ്രിയമാവരെ. ഇന്നിന്റെ പുറകളത്തിലേക്ക് രാജേഷ് എന്ന കരുത്തനായ പടയാളി, ഗ്രാമീണ വടംവലിയുടെ ഭീഷ്മാചാര്യൻ എന്ന കാലം വിശേഷിപ്പിച്ച മറ്റൊരു മലയാളി. ഇവർക്ക് ജയിക്കാനുള്ള സകലമായ തന്ത്രങ്ങൾ കളിക്കളത്തിനകത്തും കളിക്കളത്തിന് പുറത്ത് പറഞ്ഞു കൊടുക്കുന്ന ധീരനായ കോച്ച്. തന്ത്രങ്ങൾ വഴി താവനാടിയിൽ ആക്രമണത്തിന്റെയും പ്രതിരോധത്തിന്റെയും കൂരപ്പുകൾ രാജ്യവിലക്കി കളിക്കാർക്ക് പുതിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശൈലിമെന്ന കരുത്തനായ പടയാളി ഉണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ടതില്ല. ചിന്തകൾക്കപ്പുറമാണ് പോരാട്ടം. കാരണം ഒരുപാട് വിജയങ്ങൾ നേടിയിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. അങ്ങ് അനന്തപത്മനാഭൻ അനന്തശേനങ്ങളും അനന്തമണി മുതൽ ഇന്ന് ശിവപ്പനായിക്കിന്റെ വേറ്റക്കോട്ട വരെയും അങ്ങ് തുളുനാടിന്റെ മണ്ണും ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരക്ഷരത്തിന്റെ കരുത്തുകൊണ്ട് തന്നെയാണ് കാലത്തിന്റെ പൂർവ്വകത്തേക്ക് എല്ലാവരുമായി കടന്നുവന്ന പരിശീലന നാമനികരണം അറിയപ്പെടുന്ന ഷൈജു. ഏറെ പ്രിയതോട്, ഏറെ ബഹുമാനത്തോട് എതിരാളികളെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നല്ല കയ്യടിയോടുകൂടി വിനയം സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, യാന്ത്രികമായ പോരാട്ടത്തിന്റെ മറ്റൊരു ശക്തിയാണ് മലങ്കര അച്യുതൻ, മംഗലാംകുന്ന് കണ്ണൻ, ശിവപുരം ശിവൻ, തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രൻ, ഗുരുവായൂർ കേശവൻ, പാറശാല പരമശിവൻ, അങ്ങനെ പടക്കളം അടക്കി ഭരിച്ച പാമ്പാടി രാജനടക്കം തല ഉയർത്തിരിക്കുന്ന കൊമ്പന്മാർ, അങ്ങനെ 7 പേരാണ് ഇന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള 7 കൊമ്പനാനകള്. ആ കൊമ്പനാനകൾക്ക് സമം ചേർക്കുന്ന മറ്റൊരു പടയാളിയുണ്ട് പ്രിയമുള്ളവര്. വടംവലി കോട്ടിൽ കൊമ്പനാനകൾക്ക് പകരം ചേർക്കാൻ, സമം ചേർക്കാൻ ഉയർത്തേണ്ട ഒരേ ഒരു പടയാളി. കരുത്തുകൊണ്ട് കാൽപ്പന തീർക്കാൻ, കമ്പുകൊണ്ട് പ്രതികാരം തീർക്കാൻ, തുളുനാടിന്റെ വീരനായകനായിട്ട് കളിക്കളം ഇടക്കി വയ്ക്കാനെത്തിയ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന അടൂരിന്റെ അമരക്കാരൻ രഞ്ജു അടൂര്.
വടപ്പള്ളിക്കോട്ടിലെ ബലാരി രാജ എന്നറിയപ്പെടുന്ന അതുലിനായ പോരാളി, എതിരിടാൻ വരുന്ന എതിരാളി ഉമ്മറപ്പണിയിച്ച് നൂക്കോലമെന്ന് വിളിക്കുന്ന ഉഗ്രപ്രതാപി, കാലത്തിന്റെ പൂർവ്വകത്തേക്ക് പടനയിക്കാൻ വടപ്പള്ളിക്കോട്ടിലെ പിന്നാളി വീരനായ മറ്റൊരു പോരാളി ബല്ല രാജേഷ്. മാന്ത്രികമായ മറ്റൊരു പോരാട്ടത്തിന് സ്പർശനം ഏറ്റുവാങ്ങുന്ന മറ്റൊരു കളിക്കാരൻ പ്രിയമുള്ളവരെ, ക്രിക്കറ്റിൽ മാസ്റ്റർ ബ്ലാസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. എന്നാൽ വടംവലിയിൽ മാസ്റ്റർ ബ്ലാസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ. കാലമത്രയും ആ ഒരു ഉത്തരം മാത്രമേ നൽകിയിട്ടുള്ളൂ. തോറ്റുകൊടുക്കാൻ ഒരു തരത്തിലും ശക്തിയില്ലാത്ത മറ്റൊരു പടയാളി, എന്നും വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടു നിൽക്കുന്ന അതുലിനായ പോരാളി, കണ്ണീരും വിയർപ്പുതുള്ളിയും വീണ ഈ മൈതാനം ഉഴുതു മറിക്കാൻ വടംവലിക്കോട്ടിലെ ഇതിഹാസം എന്ന കാലം വിശേഷിപ്പിച്ച മറ്റൊരു പോരാളി സച്ചിൻ ടെണ്ടുൽക്കർ. ജീവൻ മരണ പോരാട്ടത്തിലേക്ക് തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത മറ്റൊരു പോരാളി, കാൽക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും മെയ്ക്കരുത്തിന്റെയും മനോബലത്തിന്റെയും ആത്മബലത്തിന്റെയും പോരാട്ടവീരത്തിന്റെയും പകയുടെയും പ്രതികാരത്തിന്റെയും അവസാനവാക്കായ വിജയമെന്തെന്നും തിരഞ്ഞെടുക്കാൻ കെട്ടുള്ള അതുലിനായ പോരാളി, ഏത് സേതുബന്ധനവും തകർത്തെറിയാൻ കെട്ടുള്ള വടംവലിക്കോട്ടിലെ മറ്റൊരു യുവനായകൻ സേതു എന്ന സേതുമാധവൻ. പ്രിയമുള്ളവരെ, இது மற்றொரு இதிகாச நாயகனான சிறி பேரு பார்க்க பிடிக்கும். ஆனா சிறி பேரு எத்தனை பார்த்தாலும் பிடிக்க மாட்டேன். இந்த பவர பார்க்கறதுக்கு முன்னாடி பிடிக்கும்னா தலையல்ல, தலை எடுக்கணவ அனீஷம்ம அங்கிரகண்யன். പ്രിയമുള്ളവരെ, ഇത് മറ്റൊരു പോരാളി തന്നെയാണ്. ചേർമണക്കുന്ന പോലിഘട്ടത്തിലേക്ക് എല്ലാവരും കാലഘട്ടന്മാരെ പോലെ നാടൊരുക്കിയ നാട്ടിൻഘട്ടത്തിൽ അന്നം തേടിയെന്ന വെറ്റക്കാരുടെ കൊല്ലം പിഴയ്ക്കാത്ത കമ്പുകൾ പോലെ കമ്പവലിക്കോട്ടിൽ ഇതിഹാസമാകുന്ന മറ്റൊരു താരം, കാലഹരണപ്പെട്ട മാറ്റങ്ങളുടെ മാറ്റത്തെയും പേര് കളിക്കളത്തിലേക്ക് വരുന്നവർക്ക് മുന്നിൽ കാലാന്തരങ്ങളിൽ പോരാട്ടം നയിക്കാൻ അതുലിനായ പോരാളി സൂർജി എന്ന കരുത്തനായ മറ്റൊരു പോരാളി. തമിഴിലും ചൊല്ലുണ്ട്, ഓടുന്ന കുതിരയിലെ ജയിക്കുന്ന കുതിരയെ മറ്റുന്ന ഉലകം പേസുവാറ്, ഓടുന്ന കുതിരയിൽ ജയിക്കുന്ന കുതിരയെ മാത്രമേ നാടും നഗരവും പറയുകയുള്ളൂ. വടംവലിക്കോട്ടിൽ ഓടുന്ന കുതിരായി എന്നറിയപ്പെടുന്ന കളിക്കാരൻ സൂർജി. പ്രിയമുള്ളവരെ, ഇത് മറ്റൊരു പോരാളി തന്നെയാണ്. കാലത്തിന്റെ പൂർവ്വകത്തേക്ക് പടനയിക്കാൻ വന്ന ധീരമായ പോരാളി, 1000 പീരങ്കിപ്പടയുമായി കടൽ കടന്നെത്തിയ പറങ്കിപ്പടയെ മനോധൈര്യം കൊണ്ട് നേരിട്ട സാമൂതിരി തിരുമനസിന്റെ പോരാട്ടവീര്യം പോലെ, ഇരുതല മൂർച്ചയുള്ള പാടുമായി പടക്കിറങ്ങിയ ടിപ്പുവിന്റെ പോരാട്ടവീര്യം പോലെ, അറബിക്കടലിൽ സുൽത്താൻ എന്നറിയപ്പെടുന്ന കുഞ്ഞാലിമലക്കാരുടെ പോരാട്ടവീര്യം പോലെ, പിറന്ന നാടിന്റെ മാനമൊറ്റി കൊടുത്ത ചേക്കുട്ടി പോലീസിന്റെ പറയെടുത്ത് മാറ്റിയ ഖിലാഫത്ത് രാജാവ് വാരിയംകുന്നന്റെ പോരാട്ടവീര്യം പോലെ, കടിമൈതാനി ഇടയ്ക്ക് ഭരിക്കുന്ന മറ്റൊരു പ്രജാപതി. പ്രിയമുള്ളവരെ, മുക്കണ്ട് തുറന്ന് 3 ലോകവും പ്രസമാക്കുന്ന സാക്ഷാൽ പരമശിവനല്ല, കമ്പ കയ്യിലെടുത്താൽ സംഹാര പാണ്ഡവകാരെന്ന വേത്തൂർക്കാരൻ ശിവൻ എന്ന ശിവപ്രസാദ്. പ്രിയമുള്ളവരെ, ഇത് യാന്ത്രികമായ മറ്റൊരു പോരാളി തന്നെയാണ്. കടിമൈതാനിൽ എത്രയേറെ പ്രശംസിച്ചാലും മതിവരാത്ത മറ്റൊരു പോരാളി തന്നെയാണ്. ഉണ്ടകശേഖരന്റെ ഒടുങ്ങാത്ത പകയും മംഗലശ്ശേരി വീരകണ്ഠന്റെ പ്രതികാരദാനവുമായി നരനായും നരിയായും നരസിംഹമായും വടംവലിക്കോട്ടിൽ അടരാടുന്ന കളിക്കാർക്ക് പുതിയ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് വടം പിറകോട്ടാണ് പോകേണ്ടത്, അത് നമ്മുടെ ആവശ്യമാണ്, അത് ടീമിന്റെ ആവശ്യമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മണ്ണിനകത്ത് തമ്പുരാട്ടി എർത്ത് മുഴുവന് ഒരു വിജയം സമ്മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിനീഷിന് കൂട്ടായി നിൽക്കുന്ന ധീരനായ പടയാളി തന്നെയാണ് തമ്പുരാട്ടി എർത്ത് മുഴുവൻ. അവർക്കൊരു വിജയം സമ്മാനിക്കണം, അത് നിങ്ങളുടെ ആവശ്യമാണ്, കാലത്തിന്റെ ആവശ്യമാണ്, നാടിന്റെ ആവശ്യമാണ് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ മണ്ണിനകത്ത് സുന്ദരമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മറ്റൊരു പടയാളി തന്നെയാണ്. തോക്കുകൾ കഥ പറഞ്ഞ് ബന്ധെടുക്കയുടെ മണ്ണ്, ആ മണ്ണിൽ നിന്നും കടന്നു വരുന്ന മറ്റൊരു പടയാളി മണികണ്ഠൻ ബന്ധെടുക്ക.